Cock, Khalifa, director, Vaishak, writer, Jinu V. Abraham. ദുരന്ത എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്ന ഞാനിപ്പോ ദുരന്തമൊന്നും പറയാറില്ല, അതൊക്കെ എന്നെ നിർത്തി. ഓരോ ആക്ഷൻ സീക്വൻസും പ്രത്യേകമായിട്ട് കൊറിയോഗ്രാഫ് ചെയ്ത് ഭയങ്കര ഡിഫറൻസ്, ഭയങ്കര അപ്പീലിംഗ്. അങ്ങനെ ഒന്നാമത് ഈ സിനിമയ്ക്ക് തീരെ ഒരു ബിൽഡപ്പോ എലിവേഷൻ ഒന്നുമില്ല. എന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്. ചന്ദ്ര, എനിക്കൊരു സോഡ വാങ്ങിച്ച. ഈ പൃഥ്വിയുടെ പ്രൊഫൈൽ, സൈഡ് പ്രൊഫൈൽ, വാക്ക്, സ്ലോമോ, അതിന്റെ സ്കോർ പരിപാടി, പിന്നെ മഷ്റംസയുടെ കോസ്റ്റ്യൂം, ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറെ സീൻസ് ഇതിനകത്തുണ്ട്. പക്ഷെ അത് ഭയങ്കര റിപ്പീറ്റേഷൻ, കുറെ സീൻസ് ഈ സാധനം വെച്ചിട്ട് തന്നെ ഗംഭീരമായിരുന്നു. അതും കയ്യിന്ന് പോയി. ഓഫ് കോഴ്സ് പൃഥ്വിരാജിന്റെ ഓറ, പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്, പരിപാടി, സ്ക്രീൻ പ്രസൻസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് കുറച്ച് കയ്യടി വേണം എന്നുള്ള പരിപാടിക്ക് ചെയ്തു വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ യാതൊരു കണക്ഷനും ഇല്ല. പക്ഷേ വരവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്ലൈമാക്സ് ഉണ്ടല്ലോ, എന്റെ മക്കളെ സകല പ്രതീക്ഷയും കൈവിട്ടുപോയി. പൃഥ്വിരാജിന്റെ ഇൻട്രോ ആണ്. പുള്ളിയുടെ ഇൻട്രോ ഫൈറ്റോട് കൂടി വേണം. അപ്പം സഞ്ജു ശിവറാം പറയാ, കുറച്ച് നാൾ മുൻപ് ഒരു ഫൈറ്റ് നടന്നിട്ട് എന്തായി? ഒഡിയനിലുണ്ടായിരുന്നു പണ്ടതുപോലെ. കഴിഞ്ഞ ദിവസം ഒഡിയൻ കുറെ ആളെ തല്ലി. ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ വെറും ഊളയാണ്. അത് മനസ്സിലായി. ചെയ്യണമെന്നറിയോ? കാലെ പിടിച്ച് നിലത്ത് വെച്ചിട്ട് ഒരു കാലം ചവിട്ടി പിടിച്ച് മറ്റേ കാലം വാഴപ്പോള കീറി നടക്കും, പടപട വലിച്ചു കീറണം. എന്നിട്ട് ആ കാലെടുത്ത് അടുപ്പിൽ വെച്ചിട്ട് അത് കത്തിച്ചിട്ട് അതിന്റെ ചാരം എടുത്ത് ഇവിടെ അണ്ണാക്കിനകത്തോട്ട് കുത്തിക്കടി. ഫൈറ്റിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച് ആ ഫൈറ്റ് കാണുമ്പോ നമുക്ക് അട്ടിയിടാന്നുള്ള സാധനം വേണ്ടേ? ഇതൊന്നുമില്ല. യെസ്, പൃഥ്വിരാജ് ഇൻട്രോ, ഇതാ വരാൻ പോകുന്നു, ഇതാ ഫൈറ്റ്, പിടിച്ചോന്ന് പറഞ്ഞ് അടി കല്ലപ്പിലടി. പക്ഷെ ചേട്ടൻ ഇപ്പത്തെ പരിപാടി വെച്ചിട്ട് ചേട്ടനോട്ടും പോരാ. ചേട്ടൻ ആദ്യം ചേട്ടൻ്റെ കുഴപ്പമൊക്കെ നിർത്ത്. അതാ വന്നപ്പോഴേ ചാണകത്തിന്റെ ഒരു മുഷുക്ക് നാറ്റം. മതിയടാ ഞങ്ങളുടെ ജോയിന്റിൽ ഓയിൽ അടിച്ചത് മതി. കുളം നോക്കി ഇരുന്നില്ലെങ്കിൽ കുണ്ടി ചൊറിയും മോനെ. പിന്നെ ഇന്ദ്രൻസ് ഉണ്ട്. പുള്ളി വാ തുറന്നു പുള്ളി വാ തുറന്നു കഴിഞ്ഞാല് പിന്നെ കൊഫപ്പൊസ. എന്ത് ചെയ്തിട്ടൊരു മെന വന്നില്ലല്ലേ? അതായത് ഒരു അൻവർ സമയത്തുള്ള പൃഥ്വിരാജ് ഇല്ലേ, ഭയങ്കര ചാമിങ് ആയിട്ടുള്ള ആ പൃഥ്വിരാജിനെ കൊണ്ടുവരുന്ന സംബന്ധിച്ചുള്ള പൃഥ്വിരാജിന്റെ ഫിസിക്കും പരിപാടിയും ചാമിങ് ഒക്കെ ഇപ്പോഴും ഉണ്ട് സ്റ്റിൽ. പട്ടുകളുടെ കോമ്പിനേഷൻ ഈ മലബാർ ഭാഗമായതുകൊണ്ട് കുറെ കുത്തിത്തിരികെ മാപ്പിളപ്പാട്ട് കൈൻഡ് ഓഫ് ഖാലിദ് റഹ്മാൻ കൈൻഡ് ഓഫ് സ്റ്റഫ്. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തന്നെ. ഏതായാലും പൗലോച്ചായനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഭാരത അവാർഡ് കിട്ടുന്ന ഓവർ ആക്ടിംഗ് അല്ലേ കാഴ്ച വെച്ചത്. പിന്നെ വേറൊരു സോങ്, 3 സോങ്സ് ഒരു ആക്ഷൻ പടത്തിനകത്ത് ഫസ്റ്റ് ഹാഫ് തന്നെ ഉണ്ട്, ആലോചിച്ച് നോക്കണം. അപ്പൊ ആ സമയത്ത് പൃഥ്വിരാജിന്റെ ഒരു സെക്കൻഡ് ഇൻട്രോ എന്താ പറഞ്ഞ് മലബാർ മഗ്രാത്ത്. ഇയാള് മലബാർ മഗ്രാത്താ. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി എടുത്ത് എന്റെ കൂട്ടാ. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. അങ്ങനെ വന്നിട്ട് ബോൾ ചെയ്യുന്ന അടിക്കുന്ന അപ്പൊ സഞ്ജോക്ക് ഉണ്ട്. പിന്നെ അങ്ങനത്തെ കുറച്ച് ചുറ്റിക്കളിയും പരിപാടിയൊക്കെ ഇട്ട് അതൊക്കെ എനിക്ക് ഭയങ്കര, അതായത് ഇങ്ങനെ പടത്തിനകത്ത് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഇവർ ഇടുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. വെക്കടാ വെടി, പേര് പോലെ തന്നെ വെടിയായി പൊട്ടി. എത്ര പേര് വിളിച്ചെന്നറിയോ? ചവറ് പടമാണെന്നും പറഞ്ഞു.